ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നേഴ്സ് ടെക്. നമ്മൾ ഇന്നലെയാണ് പുതിയ ചാനലിലൂടെ പരിചയപ്പെട്ടത് അല്ലേ? നമ്മൾ ആദ്യമേ ആ ചാനലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഇന്ന വിഷയത്തെ അഥവാ ഒരു പ്രത്യേക വിഷയമെടുത്ത് ആ വിഷയത്തെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ്സോ പ്ലാറ്റ്ഫോമോ ഒന്നും തന്നെ ആയിരിക്കില്ല ബിഗ്നേഴ്സ് ടെക് എന്ന് പറയുന്നത്. അറിയാവുന്ന ചില വിഷയങ്ങളുടെ ഒരു കൊച്ചു ക്ലാസ് മാത്രമായിരിക്കുമെന്ന് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ബിഗ്നേഴ്സ് ടെക് ചൂസ് ചെയ്തിട്ടുള്ള വിഷയമെന്ന് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? നമ്മൾ ഓരോരുത്തരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്ന് തന്നെയാവാം നമ്മുടെ ബിഗ്നേഴ്സ് ടെക്കിൻ്റെ ആദ്യത്തെ തുടക്കം. ഇംഗ്ലീഷ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെ നമുക്ക് ക്ലാസ്സിലോട്ട് പിന്നീട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് കൊണ്ടും നമ്മൾക്കത് ആവശ്യമുണ്ടോ എന്നും ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നാളെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് എവിടെ ചെന്നാലാണ് ഇംഗ്ലീഷ് ഇല്ലാത്തത്? ഏതൊരു കാര്യം എടുത്താലും ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് മസ്റ്റാണ്. എവിടെ ചെന്നാലും ഇംഗ്ലീഷാണ്. ഇന്നിപ്പോൾ നമ്മളിൽ എത്ര പേർക്ക് തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയും? നമുക്കൊരു ഭയം കാണും. നമ്മളെ മുന്നിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നമുക്കൊരു ഭയം കാണും. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമോ, സംസാരിച്ചത് കറക്റ്റ് ആവില്ലേ എന്നുള്ളൊരു പേടി. അതെന്തിനാണ് ആ പേടി? പക്ഷെ ആ പേടി ഉണ്ട്, നമ്മളിൽ ഓരോരുത്തരിലും ആ പേടി ഉണ്ട്. അതിൽ ഇല്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ എന്നാലും മിക്ക ആളുകൾക്കും ഇംഗ്ലീഷ് എന്നൊരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ, അത് സംസാരിക്കാനുള്ളൊരു അവസരം നമ്മൾക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാനുള്ളൊരു ധൈര്യം മുന്നോട്ട് വെക്കാൻ ആളുകൾക്ക് കുറവാണ്. മാക്സിമം അവർ ആ ഒരു അവസരത്തിൽ നിന്നും ഉൾവലിയാനും ഒഴിഞ്ഞു മാറാനുമാണ് ശ്രമിക്കാറുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, പകരം അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം മനസ്സിനില്ലാഞ്ഞിട്ടാണ്. നമ്മൾക്ക് അറിയാഞ്ഞിട്ടുമല്ല, നമ്മൾക്കത് സംസാരിക്കാനുള്ളൊരു ധൈര്യമില്ല. തെറ്റിപ്പോകുമോ എന്നുള്ള പേടി ഉള്ളിൽ എപ്പോഴും കാണും. പക്ഷെ അങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കാൻ പറ്റുന്നൊരു കാലഘട്ടമല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതിൽ ഇംഗ്ലീഷാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഉൾവലിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞ പേടിയും കാര്യങ്ങളൊന്നും മാറാതെ തന്നെയായിരിക്കും എന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് കാര്യത്തിലാണ് ഇംഗ്ലീഷ് ഇല്ലാത്തത്? ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മളെ കയ്യിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിലടക്കം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇംഗ്ലീഷാണ്. ഇത്രയും ടെക്നോളജീസ് പ്രോഗ്രസ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ, ഒരു ബാങ്ക് ഫോം ഫില്ല് ചെയ്യുന്നത്, ഒരു ബിസിനസ്, ടൂറിസം, ഇങ്ങനെയുള്ള ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും കോമൺ ആയിട്ട് വരുന്നൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? ഇംഗ്ലീഷാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാതെ ഉൾവലിഞ്ഞ് നമ്മൾ അതിനെ മാക്സിമം ഒഴിവാക്കി നിർത്തി അവസരങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് എത്ര കാലം നമ്മൾ ഉൾവലിഞ്ഞ് നിൽക്കും? എത്ര കാലം നമുക്ക് ഉൾവലിഞ്ഞ് നിൽക്കാൻ കഴിയും? പറ്റില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇനിയും പ്രോഗ്രസ്സുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഒരിക്കലും അതിൽ നിന്ന് കുറയില്ല. ഇംഗ്ലീഷ് ഇതിനേക്കാളേറെ മസ്റ്റാവുന്ന സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പേടി കൂടാതെ നമ്മൾക്ക് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻറ്റിനെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം അല്ലേ? നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് കൈവരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മാത്രം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള
പേടി മാറ്റാനും അതുപോലെ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ഫോംസ് ഫില്ല് ചെയ്യാനും ഇത്രയും ടെക്നോളജീസിൻ്റെ യുഗത്ത് ടെൻഷൻ ഇല്ലാതെ കുറഞ്ഞ രീതിയിൽ പിടിച്ചു നിൽക്കാൻ മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാനും നമുക്ക് നമ്മുടെ ബിഗിനേഴ്സ് ടെക്കിലൂടെ ഒരുമിച്ചൊരു യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നാളെ തൊട്ട് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.